ഓക്കെ, നോക്കിയോ, റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രാം ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് ഓൾറെഡി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചാണ്. അത് ഒന്നെന്ന് പറയുമ്പോൾ റേ കമ്മിങ് പാരലൽ ടു പാരലൽ ടു ray coming parallel to principal axis ray coming parallel to principal axis after reflection it will pass through focus through focus. അതായത് നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും ഇതിപ്പോൾ കോൺകേവിൻ്റെയാണ് വരയ്ക്കുന്നത്, കോൺകേവ് മിററിൻ്റെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, റേ, അതായത് ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈറ്റ് റേ വരുവാണെങ്കിൽ അതിൻ്റെ ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചറൊക്കെ മാർക്ക് ചെയ്ത് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് റിഫ്ലക്ഷൻ കഴിഞ്ഞ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ റൂൾ പറയുന്നത്. ഇപ്പോൾ ജോയിൻ ചെയ്തവരൊക്കെ ഈ ഹെഡിങ് എഴുതിയിട്ട് എഴുതുക. അടുത്ത രണ്ടാമത്തെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേ പാസിംഗ് ത്രൂ ഫോക്കസ് after reflection it becomes parallel to principal axis. പറഞ്ഞോ സാർ. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തത് മുമ്പേ എഴുതിച്ചായിരുന്നു. ഇല്ല, ഇത്രയേ ഉള്ളൂ, ഇവിടെ തുടങ്ങിയുള്ളൂ. Ray passing through focus after reflection it becomes parallel to principal axis. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ്. അതായത് നമ്മൾ ഫോക്കസിൽ കൂടെ ഒരു ലൈറ്റ് റേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ കഴിഞ്ഞതിന് പാരലാവും എന്നുള്ളതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ് പറയുന്നത്. ഇനിയും അതേപോലെ തന്നെ മൂന്നാമത്തെ റൂൾ പറയുന്നത് റേ പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ ray passing through center of curvature will retraces its path എന്നാണ് പറയുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മിറർ വരച്ചു, അതിൻ്റെ ഫോക്കസ് വരച്ചു, സെൻറ്റർ ഓഫ് കർവേച്ചർ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചറിന് നേരെ ഒരു ലൈറ്റ് റേ വന്ന് ഇവിടെ വീണ് കഴിഞ്ഞാൽ അത് വന്ന വഴി തിരിച്ചു പോകുന്നതാണ് പറയുന്നത്. അതായത് വന്ന വഴി തിരിച്ചു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്നറിയോ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു, മിററേൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതായത് നോർമലായിട്ടൊരു ലൈറ്റ് റേ വന്ന് മിററേ വന്ന് വീഴുവാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ നോർമൽ വരയ്ക്കുന്നത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ചിട്ട് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, വന്ന വഴി തന്നെ തിരിച്ചു പോകും. അതേപോലെ തന്നെയാണ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വന്ന് വീഴുന്ന ലൈറ്റ് റേ എന്താണ്, കൃത്യം ഈ പോയിന്റിലാണ് വീഴുന്നത്. ആ പോയിന്റിൽ നോർമൽ വരയ്ക്കണമെങ്കിൽ കണ്ടോ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയിരിക്കും, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 0 ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്ന വഴി തന്നെ തിരിച്ചു പോകും എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നവർ, ഇന്നലെ വരാത്തവർ ഈ ഒരു ടോപ്പിക്ക് എഴുതാനും കൂടെ സ്ഥലം വിട്ടിട്ട് അടുത്ത ടോപ്പിക്ക് എഴുതാവേ. വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് നോർമൽ ടു എ അല്ലെങ്കിൽ ഫോളിങ് നോർമൽ ടു എ മിറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് എഴുതി കഴിഞ്ഞിട്ട് ഒരു അര പേജ് വിട്ടിട്ട് വേണം ബാക്കി ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന എഴുതാനേ. ഓഫ്ലൈൻ ക്ലാസ്സുകാർ, ഇന്നലെ വരാത്ത ഓഫ്ലൈൻ ക്ലാസ്സുകാരുടെ കാര്യം പറഞ്ഞാണേ. ഓക്കെ, അപ്പം നോക്കിക്കോളൂ. ഇനി അടുത്ത ഒരു റൂൾ കൂടെ ഉണ്ട്. റേ passing through pole will reflect at the same angle. അതായത് ഒരു ലൈറ്റ് റേ തന്നെ ഇവിടെ വന്ന് വീഴുന്നു, ഒരു മിറർ നമ്മളിങ്ങനെ വരയ്ക്കുന്നു, അതിൻ്റെ പോള് ഇതാണ്. ആ പോളിൽ ഒരു ലൈറ്റ് റേ വന്ന് വീണ് കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നോർമൽ എന്താവും? അതിൻ്റെ നോർമൽ കണ്ടോ, ഇത് തന്നെയായിരിക്കും അതിൻ്റെ നോർമൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതേ ആംഗിളിൽ തന്നെ എന്ത് ചെയ്യും? ഇത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുള്ളതാണ് അവിടെ പറയുന്നത്. പോളിൽ വന്ന് വീഴുന്നത് അതേ ആംഗിളിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അതാണ് അതിൻ്റെ കൺസെപ്റ്റ് പറയുക. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചാണ്, ഇവിടെ ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഇനിയും റേ ഡയഗ്രാംസും നിങ്ങൾ 10ാം ക്ലാസ്സിലെ പഠിക്കണം. അത് നമുക്കിവിടെ പഠിക്കാനില്ല, പക്ഷേ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ റേ ഡയഗ്രാമും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ? ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഒബ്ജക്റ്റ് ബിയോണ്ട് സി, ഒബ്ജക്റ്റ് അറ്റ് സി, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി, ഒബ്ജക്റ്റ് അറ്റ് എഫ്, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഓരോ റേ ഡയഗ്രാം ആവശ്യമുണ്ട്. അത് എന്തായാലും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനില്ല, പക്ഷെ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ക്വസ്റ്റ്യൻസ് വരും. ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻ. ഇവിടെ ഒരു ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഒന്നാമത്തെ ഡെറിവേഷനാണിത്. റിലേഷൻ കണക്റ്റിംഗ് റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത് റിലേഷൻ കണക്റ്റിംഗ് റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, റേഡിയസിൻ്റെ പകുതി ആയിരിക്കും ഫോക്കൽ ലെങ്ത് എന്നുള്ള കാര്യം. റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതി ആയിരിക്കും ഫോക്കൽ ലെങ്ത് ആവുന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ഒരു കോൺകേവ് മിറർ വരയ്ക്കുന്നു. നിങ്ങൾ കോൺകേവ് മിററൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ 5 ലൈനി വരയ്ക്കുക, അല്ലെങ്കിൽ 7 ലൈനി വരയ്ക്കുക. എന്നിട്ട് മൂന്നാമത്തെ ലൈൻ അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കുന്നതിൽ കൺഫ്യൂഷൻ കുറയും. മനസ്സിലായി? അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ നോട്ട്ബുക്കിലെ വരയും നിങ്ങൾ വരയ്ക്കുന്ന വരയും എല്ലാം തമ്മിൽ കൺഫ്യൂഷൻ ആവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു 5 ലൈനിൽ ഒരു മിറർ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മൂന്നാമത്തെ ലൈനിൽ എന്ത് കൊടുക്കുക? അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് കൊടുത്താൽ മതി, വരയുള്ളതാണെങ്കിൽ. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ തന്നെ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ആദ്യം അതിൻ്റെ ഫോക്കസ് മാർക്ക് ചെയ്യുക കൃത്യം. ഇതൊരു കേവ് മിററാണ്. ഫോക്കസ് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇരട്ടിയായിട്ട്, ഏകദേശം ഇരട്ടിയായിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുക. ഇനിയും ഒരു ലൈറ്റ് റേ കൃത്യമായിട്ട് ഇവിടെ ശ്രദ്ധിച്ചോണം. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. ലൈറ്റ് റേ പാരലായിട്ട് വന്ന് വീണു. അപ്പം നമുക്കറിയാം, നമ്മൾ ഏതൊരു സർഫസ് ആണെങ്കിലും നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് ആരോ ഇടേണ്ടത് നിർബന്ധമാണ്. ആരോ ഇട്ടില്ലെങ്കിൽ തെറ്റാണ്, റേ ഡയഗ്രാമിന് മാർക്ക് കിട്ടില്ല. അപ്പം അതേപോലെ തന്നെ നമ്മൾ ആരോ ഇട്ടിട്ട് നമ്മൾ ഇവിടെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു. ഇവിടാണ് ഇൻസിഡൻറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതാണ് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്. നമ്മൾ നോർമൽ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞത്? ഇപ്പം സർഫസ് ഇങ്ങനെ ആയിരിക്കുന്നെങ്കിൽ ലൈറ്റ് റേ ഇങ്ങനെ വന്ന് വീണ് കഴിഞ്ഞാൽ ഇതാണ് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് എങ്കിൽ ഈ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ഇമാജിനറി ലൈനാണ് നോർമൽ. അപ്പോൾ സർഫസ് ഇങ്ങനെ ആയിരിക്കുന്നെങ്കിലോ, ഇങ്ങനെ ആ സർഫസ് ഇരിക്കുന്നെങ്കിൽ ലൈറ്റ് റേ ഇങ്ങനെ വന്ന് വീഴുന്ന സമയത്ത് ഇതാണ് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് എങ്കിൽ ഈ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് തന്നെ ഇങ്ങനെ വരയ്ക്കുന്നതായിരിക്കും നോർമൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ നോർമൽ വരയ്ക്കാം? നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് നോർമൽ വരയ്ക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. ഇവിടെ ഇതാണ് സർഫസ് ഇല്ലേ? ഇതാണ് സർഫസ്. ഈ സർഫസിന് പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേണ്ട ഇങ്ങനെ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്നും വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇതേണ്ട ഇങ്ങനെ വരച്ചാൽ മതി ഇല്ലേ? ഇതാണ് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേണ്ട ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ശരിയല്ലേ? ഇങ്ങനെ. അപ്പോൾ ആ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ പോയി മുട്ടും എന്നുള്ള കാര്യം ആലോചിച്ചോണം. അതായത് കോൺകേവിൻ്റെ ആണെങ്കിലും കോൺവെക്സിൻ്റെ ആണെങ്കിലും നമ്മളൊരു പോയിന്റിൽ നോർമൽ വരച്ച് കഴിഞ്ഞാൽ ആ നോർമൽ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ പോയി മുട്ടും. ഈ റെഡ് എന്ന് പറയുന്നത് അതിൻ്റെ നോർമലാണ്. ഓക്കെ ആണല്ലോ? നോർമൽ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഡോട്ടഡ് ഇട്ടിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നോർമൽ അതിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ വന്ന് വീഴുന്ന ഈ ആംഗിളിനെ നമ്മൾ എന്തെന്ന് പറയും? വന്ന് വീഴുന്ന ഈ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. അത് നമ്മൾ തീറ്റ ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് റേ ഇതുവഴി പാസ് ചെയ്യും, ഫോക്കസിൽ കൂടെ പാസ് ചെയ്യും. അപ്പം ഈ വന്ന് വീഴുന്ന തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതേ ആംഗിളിൽ തന്നെയായിരിക്കും ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതും തീറ്റ ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. എന്നിട്ട് റേയ്ക്ക് പേര് കൊടുക്കുക. ഇത് AB എന്ന് പറയുന്നതാണ് ഇൻസിഡൻറ്റ് റേ, BF എന്ന് പറയുന്നതായിരിക്കും റിഫ്രാക്റ്റഡ് റേ. അത് ആരോ കൊടുത്തേക്കുക. ഓക്കെ ആണല്ലോ? പിന്നെ BC എന്ന് പറയുന്നത് അതിൻ്റെ നോർമലായിരിക്കും. ഓക്കെ, ഇനിയും നമ്മൾ ഒരു കൺസെപ്റ്റ് പറയുകയാണ്. അതായത് നമ്മൾ ഒരു 2 ലൈൻ പാരലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ തന്നെ നമ്മളിങ്ങനെ ഒരു ട്രാൻസ്വേഴ്സ്, ഈ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ ട്രാൻസ്വേഴ്സൽ എന്ന് പറയും. പാരലൽ ലൈൻസിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണ്.
അങ്ങനെയാണെങ്കിൽ രണ്ട് ഈ ആംഗിളും അതായത് ഇവിടെ ഇസഡ് പോലെ ഒരു ഇത് ഫോം ചെയ്തില്ലേ, ഇതിനിടയ്ക്ക് ഫോം ചെയ്യുന്ന ഈ ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കുമെന്നറിയാമോ? ഇതിനെ നമ്മൾ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ എന്നായിരിക്കും വിളിക്കുക ഇല്ലേ. അപ്പം അത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് അത് കൺസെപ്റ്റ് പറഞ്ഞിട്ട് ഞാൻ പറയാമേ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ എ ബിയും അതേപോലെ ഇതിൻ്റെ പോള് മാർക്ക് ചെയ്തില്ലല്ലോ, ഈ പോൾ പ്രിൻസിപ്പൽ ആക്സിസും പാരല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ നോർമൽ ലൈൻ ഒരു ട്രാൻസ്വേഴ്സൽ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ ഒബ്വിയസ്ലി ഈ സി എന്ന് പറയുന്ന ഇവിടുത്തെ ആംഗിളും തീറ്റ ആയിരിക്കും. അതേപോലെ തന്നെ ഇതും പാരലാണ്, അതേപോലെ വേറെ ഏതെങ്കിലും കളർ ഉപയോഗിക്കാം, റെഡ് ഉപയോഗിക്കാം. ഇതും പാരലാണെന്ന് ഓൾറെഡി പറഞ്ഞു. ഈ ബി എഫ് എന്ന് പറയുന്ന ലൈനും ട്രാൻസ്വേഴ്സലാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ഇവിടെ ഫോം ചെയ്യുന്ന ഈ മൊത്തത്തിലുള്ള ഈ ആംഗിൾ തീറ്റ പ്ലസ് തീറ്റ 2 തീറ്റ തന്നെ ആയിരിക്കും. ദെൻ ഇവിടുത്തെ ഈ എഫിൻ്റെ അവിടെ ഫോം ചെയ്യുന്ന ഈ ആംഗിൾ ഇതും 2 തീറ്റ ആയിരിക്കും. അപ്പം അത് ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളത് പറയുന്നുണ്ടാവുക. അപ്പം അതും ഞാൻ ഒന്ന് മാർക്ക് ചെയ്യേണ്ടതിനെല്ലാം കളഞ്ഞിട്ട് അതൊന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പം ഇവിടെ നമ്മൾ തീറ്റ കൊടുക്കുന്നു, ഇവിടെ നമ്മൾ തീറ്റ കൊടുക്കുന്നു, ഇവിടെ നമ്മൾ 2 തീറ്റ കൊടുക്കുന്നു. എനിക്ക് ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യണമെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനകത്ത് മാത്രമേ ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാൻ ആയിട്ട് പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രി നമുക്ക് എങ്ങനെ വേണേൽ അപ്ലൈ ചെയ്യാൻ പറ്റും, അതിന് വേറെ രീതികളുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് ട്രിഗ്നോമെട്രി റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനകത്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ലൈൻ തന്നെ ഇങ്ങനെ വരയ്ക്കുകയാണ്. എന്നിട്ട് അവിടെ ഡി എന്ന് പേരിട്ടു. ഇത് പോളാണ്. ഓക്കെ, ഈ ഡി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നെഗ്ലിജിബിളാണ്. അപ്പോൾ നിങ്ങൾ എഫ് ഡി എന്ന് എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്തും എടുക്കാം, എഫ് പി എന്ന് വേണേലും എടുക്കാം. അതേപോലെ തന്നെ സി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് പകരം നിങ്ങൾക്ക് എന്ത് വേണം എടുക്കാം, സി പി എന്ന് വേണേലും എടുക്കാം. ഇനി ഒരു കാര്യം കൂടെ മാർക്ക് ചെയ്യണം. ഈ പോള് തൊട്ട് ഫോക്കസ് വരെയുള്ള ഈ ദൂരത്തിന് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ പോള് തൊട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഈ ദൂരത്തിന് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എഴുതുക. കൺസിഡർ എ beam of light AB incident on a mirror, on a concave mirror at point B, and is reflected along BF. എഴുതുക. ഇനിയും നമുക്കറിയാം ഇവിടെ മനസ്സിലാക്കേണ്ടത് സൈഡിലോട്ട് ഇതിൻ്റെ താഴോട്ട് വേണമെങ്കിൽ എഴുതുക എ ബി പാരലൽ ടു സി പി ആണ്. അങ്ങനെയാണ് നമുക്കിങ്ങനെ എഴുതാം. ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി സി പി ആണ്. അതിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. അത് ഇൻസിഡൻ്റ് ആംഗിളാണ്. ഇൻസിഡൻ്റ് ആംഗിളാണ്. അതേപോലെ തന്നെ അടുത്ത ഇത് എടുക്കുകയാണ്. ആംഗിൾ എ ബി എഫ് എടുക്കുകയാണ്. ആംഗിൾ എ ബി എഫ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എഫ് പി എന്നെടുക്കുകയാണ്. അത് 2 തീറ്റയാണ്. അത് നമുക്കറിയാം. ഇത് ഇൻസിഡൻ്റ് ആംഗിളായിട്ടാണ് എടുക്കുന്നത്. ഇത് റിഫ്ലക്റ്റഡ് ആംഗിൾ എന്ന് എടുക്കില്ല. റിഫ്ലക്റ്റഡ് ആംഗിൾ എന്ത് തന്നെയാണ്, തീറ്റ തന്നെയാണ്. നിങ്ങളിത് കൺഫ്യൂഷൻ ആവില്ല. ഇത് ഇൻസിഡൻ്റ് ആംഗിൾ എന്ന് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് തീറ്റയാണ് കാണുന്നത്. ഇത് ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ആണെന്ന് വേണമെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. ഇത് രണ്ടിൻ്റെയും റീസൺ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ എന്നാണ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ എന്നാണ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. ഇനി വേണമെങ്കിൽ എഴുതാം. ഇവിടെ I ഈസിക്കൽ ടു തീറ്റയാണ്, R ഈസിക്കൽ ടു എന്ത് തന്നെയാണ്, തീറ്റയാണെന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ടേക്കണം. എന്നിട്ട് താഴോട്ട് എഴുതേണ്ടത്, ഞാനൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാം. ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് ഏതാണെന്നറിയാമോ? നിങ്ങൾ ഈ ഫിഗറിനകത്ത് നോക്കിയോ, ഞാൻ വരച്ച് കാണിക്കാം. ബി ഡി സി കണ്ടോ, ഈ ഒരു ട്രയാങ്കിളാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അവിടുന്ന് ഞാൻ ടാൻ തീറ്റ എടുക്കാൻ പോവാം. അപ്പം ഞാൻ ആ ബി ഡി സി ഒന്ന് കൺസിഡർ ചെയ്തോട്ടെ. അപ്പം ഫ്രം ട്രയാങ്കിൾ ബി ഡി സി ഞാൻ ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നാണ് കിട്ടുന്നത്. ആണല്ലോ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ബി ഡി ആണ്.
അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിയോ, അതായത് ഓപ്പോസിറ്റ് ഇതാണ്, അഡ്ജസൻറ്റ് ഇതാണ്, സി ഡി ആണ് ഇല്ലയോ. അപ്പം ബി ഡി ബൈ സി ഡി നമുക്ക് എടുക്കാം, ബി ഡി ബൈ സി ഡി. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ബി ഡി ബൈ സി ഡി എന്ന് എടുക്കുന്നതിന് പകരം ഈ സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസാണ്, അത് എടുക്കുന്നതിന് വരെ നമുക്ക് വേണേൽ സി പി എന്ന് വേണമെങ്കിൽ എടുക്കാം. കാരണം ഈ ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രിഗ്നോമെട്രി കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരാൻ വേണ്ടി ജസ്റ്റ് ആ ഒരു ചെറിയ ഡിസ്റ്റൻസ്, അത് നെഗ്ലിജിബിൾ ഡിസ്റ്റൻസാണ്. അപ്പോൾ സി ഡിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സി പി എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ബി ഡി ഡിവൈഡഡ് ബൈ സി പി എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി ഡി ഡിവൈഡ് ബൈ സി പി. അതിന് ബി ഡി ഡിവൈഡ് ബൈ സി പിക്ക് പകരം നമുക്ക് എന്തെടുക്കാം, സി പി എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചറാണ്. അങ്ങനെയാണ് സി പി ഡിവൈഡ് ബൈ ആർ എന്ന് എടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടി, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി ഡി ഡിവൈഡ് ബൈ ആർ എടുത്തു. ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഈ റേ ഒപ്റ്റിക്സിനകത്തുടനീളം നമ്മളൊരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ പോവുകയാണ്, ഒരു കണ്ടീഷനാണ്. ഫോർ സ്മോൾ ആംഗിൾ ചെറിയ ആംഗിൾ ആണെങ്കിൽ നമുക്ക് ടാൻ തീറ്റ എന്ന് പറയുന്നത് ഏതൊരു ആംഗിൾ ആയിക്കോട്ടെ, ഏത് ട്രിഗ്നോമെട്രിക്കൽ ആംഗിളിനെയും ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദാറ്റ് ആംഗിൾ എന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതൊരു കണ്ടീഷനാണ്. അത് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും തൽക്കാലം അറിയേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ആക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ തീറ്റ ഈസിക്കൽ എന്തെന്ന് എഴുതാം, ബി ഡി ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ നോക്കിയോ, ടാൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു നോക്കിക്കോളൂ, നമ്മൾ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകണം. അതും വേണേൽ ട്രയാങ്കിൾ എന്ന് എഴുതിക്കോ കേട്ടോ, കൺസിഡർ അല്ലെങ്കിൽ ഫ്രം ട്രയാങ്കിൾ ബി ഡി എഫ് എടുക്കാൻ പോകുന്നത്. ഫ്രം ട്രയാങ്കിൾ ബി ഡി എഫ് എടുക്കാൻ പോവുക. അവിടെ ടാൻ 2 തീറ്റ എടുക്കുന്നത്. ടാൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബി ഡി ഡിവൈഡഡ് ബൈ എന്തെന്നാ അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ബി ഡി ഡിവൈഡ് ബൈ അഡ്ജസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എഫ് ഡി ആണ് ഇല്ലയോ. അപ്പോൾ എഫ് ഡിനെ നമുക്ക് എഫ് പി എന്ന് എടുക്കാം, അത് അടുത്തതിനകത്ത് എഴുതാം. അപ്പോൾ ബി ഡി ഡിവൈഡഡ് ബൈ എഫ് ഡി എന്നാണ്. അതിനെ നമുക്ക് ബി ഡി ഡിവൈഡഡ് ബൈ എഫ് പി എന്ന് എടുക്കാം. പോൾ തൊട്ട് ഫോക്കസ് വരെയുള്ള ദൂരം ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ ബി ഡി ഡിവൈഡ് ബൈ എഫ്. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ എടുക്കാം. ഫോർ സ്മോൾ ആംഗിൾ ഇവിടെയും കണ്ടീഷൻ കൊടുക്കുകയാണ്. ഫോർ സ്മോൾ ആംഗിൾ എന്ത് ചെയ്യാണ്, നമുക്ക് ടാൻ 2 തീറ്റനെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 തീറ്റ എന്ന് എടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ 2 തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എടുക്കാം, ബി ഡി ഡിവൈഡ് ബൈ എഫ് എന്ന് എടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ, ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാൻ പോവാണ്. അതായത് ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്താ, തീറ്റ ബൈ 2 തീറ്റ ഈസ് ഈക്വൽ ടു ബി ഡി ഡിവൈഡഡ് ബൈ ആർ ഹോൾ ഡിവൈഡ് ബൈ ബി ഡി ഡിവൈഡഡ് ബൈ എഫ് എന്ന് വരും. ഈ തീറ്റ കട്ട് ചെയ്ത് കളയുമ്പം 1/2 ഈസ് ഈക്വൽ ടു ബി ഡി ഡിവൈഡ് ബൈ ആർ ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ ബി ഡി റെസിപ്രോക്കൽ എടുക്കും. ബി ഡി ക്യാൻസലായി പോവും. ബാക്കി 1/2 ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം, എഫ് ബൈ ആർ എന്ന് എഴുതാം. ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലി ആർ ഈസ് ഈക്വൽ ടു 2f എന്ന് എഴുതാം. ഇതായിരിക്കും റിലേഷൻ കണക്റ്റിംഗ് ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വൈഷ്ണവി അല്ലായിരുന്നോ ഇന്ന് ജോയിൻ ചെയ്ത്? വൈഷ്ണവി കേൾക്കാമോ? വൈഷ്ണവി ഇവിടെ ഉണ്ടോ? വൈഷ്ണവി. കരുണയുണ്ടോ? കരുണ മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇത്രയും പറഞ്ഞതൊക്കെ ഓക്കെ ആണോ? കേട്ടില്ല. മനസ്സിലായി. ഇപ്പൊ വൈഷ്ണവി സംസാരിക്കും, മുമ്പേ ഓണാവുന്നില്ലായിരുന്നു. ശരി. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ഇങ്ങനെ ഒരു ഇതാണ് അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് ഡെറിവേഷൻ ഒന്നും കരുതണ്ട. അങ്ങോട്ടേക്ക് പോകുമ്പോൾ പാടുള്ളതൊക്കെ വരുന്നുണ്ട്, നമുക്കത് സിമ്പിളാക്കാം. ഓക്കെ,
അപ്പം ഇനിയും അടുത്ത നമുക്ക് പഠിക്കാൻ ഇത് റേ ഡയഗ്രാംസ് എല്ലാം പഠിച്ചോണം. അത് ഞാൻ വേണമെങ്കിൽ ഒരു ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, കാരണം ഇവിടെ പഠിക്കാനില്ല, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇല്ല അത് പഠിക്കാൻ. പക്ഷേ പരീക്ഷയ്ക്ക് റേ ഡയഗ്രാംസ് ഒക്കെ, സിമ്പിൾ റേ ഡയഗ്രാംസ് ഒക്കെ ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കും. നിങ്ങളത് പഠിച്ചിട്ട് പോകണം. അയ്യോ 10ാം ക്ലാസ്സിൽ പഠിച്ചാണോ ഒന്നും ചോദിക്കത്തില്ല എന്നൊന്നും വിചാരിക്കരുത്. പഠിക്കാനില്ലെങ്കിലും അത് ചോദിക്കും, കാരണം അതിൻ്റെ റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ റേ ഡയഗ്രാം വരച്ച് പഠിച്ചേക്കണം. ഇനി അടുത്ത നോക്കിയോ, മിറർ ഇക്വേഷനാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഡെറിവേഷനാണ് മിറർ ഇക്വേഷൻ. ഇതെല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എന്നോട് പറയുക. മിറർ ഇക്വേഷൻ, ഹെഡിങ് എഴുതുക, മിറർ ഇക്വേഷൻ. മിറർ ഇക്വേഷൻ. ക്രിസ്റ്റ കയറിയിട്ടുണ്ടോ? ക്രിസ്റ്റ? ഓക്കെ. മിറർ ഇക്വേഷനകത്ത് നമുക്ക് ഒരു റേ ഡയഗ്രാം ആദ്യം വരച്ചേ പറ്റത്തുള്ളൂ. ആ റേ ഡയഗ്രാം വെച്ചിട്ടാണ് മിറർ ഇക്വേഷൻ. മിറർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പഠിച്ച മിറർ ഫോർമുല, കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ മിറർ ഫോർമുല 1/f = 1/v + 1/u. ഇതാണ് നമ്മുടെ മിറർ ഫോർമുല. ഇത് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം, ഇങ്ങനെയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്ത് കാണിക്കണം. അത് നിങ്ങൾ ഏത് റേ ഡയഗ്രാം കാണിച്ചാലും, ഇങ്ങനെ റേ ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെ തന്നെ വരും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു റേ ഡയഗ്രാം എടുത്താൽ മതി. ഞാനപ്പോൾ ഇവിടെ എടുക്കുന്നത് ബിയോണ്ട് സി, അതായത് ഒബ്ജക്റ്റ് ബിയോണ്ട് സി എന്ന് പറയുന്ന ഒരു റേ ഡയഗ്രാമാണ് ഇത് വരയ്ക്കാൻ എടുക്കുന്നത്. കാരണം നമുക്ക് ട്രയാങ്കിൾസ് ഒക്കെ ഒത്തിരി ഫോം ചെയ്യാനായിട്ട് പറ്റും, നല്ലതായിട്ട് ഫോം ചെയ്യാൻ പറ്റും, മനസ്സിലാവും ആ റേ ഡയഗ്രാം എടുത്താൽ. ഏത് റേ ഡയഗ്രാം വേണമെങ്കിലും എടുത്ത് ചെയ്യാൻ പറ്റും. ഇൻഫിനിറ്റി ഒഴിച്ച് ബാക്കിയുള്ള ഏത് റേ ഡയഗ്രാം വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നോക്കിയോ, അപ്പം ഞാൻ ഇവിടെ ഒരു മിറർ വരയ്ക്കുന്നു, കോൺകേവ് മിററാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ കൃത്യം സെൻട്രലായിട്ട് അതിൻ്റെ പോള് മാർക്ക് ചെയ്യണം. എന്നിട്ട് പ്രിൻസിപ്പൽ ആക്സിസ് അതുവഴി കടത്തി വിടണം, അല്ലേ? ഒരു ഇമാജിനറി ലൈൻ പ്രിൻസിപ്പൽ ആക്സിസ് കടത്തി വിട്ടു അതിൻ്റെ സെൻറ്ററിൽ കൂടെ. എന്നിട്ട് കൃത്യം അതിൻ്റെ പോള് അതിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്യുന്നു, പോള് മാർക്ക് ചെയ്യുന്നു. സ്കെയിലിൽ ഒരു 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതിൻ്റെ ഫോക്കസ് മാർക്ക് ചെയ്യാൻ, അവിടെ നിന്ന് വീണ്ടും ഒരു 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ ഒരു ഒബ്ജക്റ്റ് തേണ്ടി ഇവിടെയാണ് വരയ്ക്കുന്നത്. ഞാൻ ഒബ്ജക്റ്റുകളെല്ലാം അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസിനെ എല്ലാം ഞാൻ ഗ്രീൻ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ബിയോണ്ട് സി വരച്ചിരിക്കുക. ബിയോണ്ട് സി വരയ്ക്കുമ്പോൾ ഇമേജ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി എന്നുള്ള കാര്യം 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം നോക്കിയോ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ നിന്നുള്ള റേ എന്ന് പറയുന്നത് ഒരു റേ, അറ്റ്ലീസ്റ്റ് 2 റേ ഉണ്ടെങ്കിലേ റേ ഡയഗ്രാം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഒരു റേ ഞാൻ എന്ത് ചെയ്തു, പാരലായിട്ട് വരച്ചു. റേ ഡയഗ്രാമിൻ്റെ ആരോ ഇടണം. അത് റിഫ്ലക്ഷൻ കഴിഞ്ഞ് ഇതുവഴി പാസ് ചെയ്യും, റിഫ്ലക്ഷൻ കഴിഞ്ഞ് ഫോക്കസിലൂടെ പാസ് ചെയ്യും. രണ്ടാമത്തെ ഞാനിവിടെ എങ്ങനെ വരയ്ക്കാൻ പോകുന്നതെന്നറിയോ? രണ്ടാമത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോക്കസിലൂടെ വരയ്ക്കാമായിരുന്നു, എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിന് പാരലാക്കാം. പക്ഷേ നമുക്കിവിടെ ഡെറിവേഷൻ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രാമിൻ്റെ 3ാമത്തെ റൂളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 3ാമത്തെ റൂൾ വെച്ചിട്ടുള്ളൊരു റേ ആണ് വരയ്ക്കാൻ പോകുന്നത്. എന്താ? റേ പാസിങ് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇച്ചിരി എനിക്ക് ഇതിൻ്റെ മിററിൻ്റെ ലെങ്ത് പോരാ വരയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ ലെങ്ത് ജസ്റ്റ് ഇങ്ങോട്ടേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണേ. ഇങ്ങനെ വരണം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ അതിനനുസരിച്ച് സെൻറ്റർ ഓഫ് കർവേച്ചർ മാറ്റി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ മിറർ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത് കുറച്ചുകൂടി ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണേ. ഓക്കെ, വരയ്ക്കുന്നതൊക്കെ കൃത്യമായിട്ട് വരയ്ക്കണം. അല്ലെങ്കിൽ കുറച്ചുകൂടെ ബിയോണ്ട് ആക്കിയാലും മതി. എന്ത് ചെയ്യണം, ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ വയ്യെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇച്ചിരി കൂടെ ഈ ഇമേജ് എങ്ങനെ ആക്കിയാൽ മതി, അല്ല ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എങ്ങനെ ആക്കിയാൽ മതി, ഒബ്ജക്റ്റ് ഇരിക്കുന്നത് കുറച്ചുകൂടെ ദൂരത്തോട്ടാക്കിയാൽ മതി. ഇപ്പോൾ ഇങ്ങനെ ഇത് വലിച്ച് നീട്ടൊന്നും വേണ്ട. അതുകൊണ്ട് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇങ്ങോട്ടേക്ക് ഇച്ചിരി നീട്ടിയാലും മതി. അതുകൊണ്ട് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് നമ്മളിങ്ങനെ ഇച്ചിരി ഇങ്ങനെ ബിയോണ്ട് സി ഇവിടെ കൊണ്ട് വരച്ചാലും ഇവിടെ കൊണ്ട് ഒബ്ജക്റ്റ് വരച്ചാലും അത് കറക്റ്റ് തന്നെയല്ലേ, ബിയോണ്ട് സി തന്നെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരച്ചാലും മതി. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഇമേജിനകത്ത് തന്നെ ഇത് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അവിടെ ഒരു പാരലൽ റേ വരയ്ക്കുന്നു. റിഫ്ലക്ഷൻ കഴിഞ്ഞ് ഫോക്കസിലൂടെ പോകുന്നതായിട്ട് വരയ്ക്കുന്നു. കൃത്യം ആരോ ഇടുക. ഓക്കെ, രണ്ടാമത് ഞാൻ പറഞ്ഞു ഫോക്കസിലൂടെയാണ് വരയ്ക്കേണ്ടത്. റേ ഡയഗ്രാം ഏതെങ്കിലും വരയ്ക്കാം. 4 റൂൾ വന്നിട്ടുണ്ട്, അതിൽ എങ്ങനെ വേണേൽ വരയ്ക്കാം. ഞാൻ ഇവിടെ ഈ ഡെറിവേഷന് വേണ്ടി ഞാൻ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ 2 ട്രയാങ്കിൾസ് ഫോം ചെയ്യാം. ട്രയാങ്കിൾസ് വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെ ഒരു ലൈറ്റ് റേ വന്ന് വീണു. നമുക്കറിയാം സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ഒരു ലൈറ്റ് റേ വന്ന് വീണ് കഴിഞ്ഞാൽ വന്ന വഴി തന്നെ തിരിച്ചു പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമുക്കിവിടെ എല്ലാം നെയിം ചെയ്യാം. ഒബ്ജക്റ്റിനെ ഞാൻ AB എന്ന് നെയിം കൊടുക്കുകയാണ്. ഈ അതിൽ നിന്ന് വരുന്ന പാരലായിട്ട് വരുന്ന ഈ ഇൻസിഡൻറ്റ് റേനെ ഞാൻ BE എന്ന് കൊടുക്കുകയാണ്. ഞാൻ ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ട്രയാങ്കിൾസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടെ ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു ലൈൻ കൺസിഡർ ചെയ്യാണ്. അതിനെ N എന്നങ്ങ് വിളിക്കുകയാണ്. N. ഓക്കെ ആണല്ലോ.
ഇനി ഇമേജ് ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന രണ്ട് ഈ പോയിന്റിലാണ് നമുക്ക് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നത്, ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലൂ കളറിൽ കൊടുക്കാം. ഇതാണ് ഇമേജ്. ആ ഇമേജ് ഇതിൻ്റെ തല തിരിഞ്ഞ ഇതാണ് ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിൻ്റെ ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമ്മൾ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണേ. അതായത് ഒരു ട്രയാങ്കിൾ ഇതും ഞാൻ മഞ്ഞ കളറും കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു ട്രയാങ്കിൾ ഇതും ഒരു ട്രയാങ്കിൾ ഇതും. ഇനി വേറൊരു ട്രയാങ്കിൾ ഞാൻ എടുത്തിട്ട് അതിനെ വേണമെങ്കിൽ ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കിക്കോളൂ. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകണേ. ഈ രണ്ട്, അതായത് ഈ മഞ്ഞ വെച്ചിട്ട് കൺസിഡർ ചെയ്ത രണ്ട് ട്രയാങ്കിൾ നമുക്കതിന് ഈ ഇമേജിന് IM എന്നും കൂടെ കൊടുക്കാമേ, വിട്ടുപോയി. ഈ ഇമേജിന് IM എന്നും കൂടെ നെയിം ചെയ്യാം. അപ്പം ഞാൻ രണ്ട് ട്രയാങ്കിൾ എടുക്കുന്നു. ഒന്ന് ABCയും അതേപോലെ തന്നെ IMCയും എടുത്തിട്ട് അത് രണ്ടെണ്ണം സിമിലറാണ്, അത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും. അതേപോലെ തന്നെ ENFും അതേപോലെ തന്നെ MIFും ഇത് രണ്ടും എന്ത് തന്നെയാണ്, ബ്രൗൺ കളറിലുള്ള രണ്ട് ട്രയാങ്കിളും സിമിലറാണെന്നുള്ള കാര്യം. അതെന്തുകൊണ്ടാണെന്നറിയാമോ? രണ്ട് ഈ ആംഗിളും 90 ഡിഗ്രിയാണ്. ഈ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആംഗിൾ AA പോസിലേറ്റ് വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലറാണെന്ന് പ്രൂവ് ചെയ്യാം. സിമിലർലി എന്താണ്, then ഇവിടെ ഈ ആംഗിളും 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഈ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അത് രണ്ടും എന്താണ്, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതും നമുക്ക് എന്തായിട്ട് പ്രൂവ് ചെയ്യാം, AA പോസിലേറ്റ് വെച്ചിട്ട് ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. അവിടെ നിന്നിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് നമുക്കൊന്ന് എഴുതി തുടങ്ങാം. നോക്കിക്കോളൂ. കൺസിഡർ ട്രയാങ്കിൾ BAC ആൻഡ് CIM ഇത് ഇമേജാണ്. CIM ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ BACയും CIM എടുക്കുകയാണ്. ഇവർ രണ്ടുപേരും എന്താണ്, സിമിലർ ട്രയാങ്കിൾസ് ആണ്. ആ സിമിലർ ആണെന്ന് പ്രൂവ് ഒന്നും ചെയ്യേണ്ട, സിമിലർ ട്രയാങ്കിൾസ് എന്നങ്ങ് എഴുതിയാൽ മതി. സിമിലർ ട്രയാങ്കിൾസ് ആണ് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിൻ്റെ സൈഡ്സ് റേഷ്യോസിലായിരിക്കും. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചാണ്. നിങ്ങൾ മാത്സ് എന്തായാലും 10ാം ക്ലാസ്സിൽ എല്ലാവരും എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പം രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് അതിൻ്റെ സൈഡ് റേഷ്യോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ട്രയാങ്കിൾ ABC ആണ്, ഇത് വേറൊരു ട്രയാങ്കിൾ PQR ആണ്. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ ഇതിൻ്റെ സൈഡ്സ് റേഷ്യോയിലാണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ PQ ഡിവൈഡ് ബൈ AB ഈസ് ഈക്വൽ ടു PQ ഡിവൈഡ് ബൈ AB വിൽ ബി ഈക്വൽ ടു, അതേപോലെ തന്നെ PR ഡിവൈഡഡ് ബൈ AC ഈസ് ഈക്വൽ ടു, അതേപോലെ തന്നെ QR ഡിവൈഡഡ് ബൈ BC എന്ന് എടുക്കാം. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കേസും. ഇവിടെയും എന്ത് തന്നെയാണ്, ആ മഞ്ഞ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ട്രയാങ്കിളും സിമിലറാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡ്സ് റേഷ്യോസിലെടുക്കാം. അങ്ങനെ റേഷ്യോസിലെടുക്കാനാണെങ്കിൽ നമുക്കത് ഇങ്ങനെ ചെയ്തുകൂടെ, അതായത് therefore their sides are in ratios എന്ന് വേണമെങ്കിൽ എഴുതാം. കൺസിഡർ BAC ആൻഡ് CIM similar triangles, so their sides are ratio, their sides are in ratio. മനസ്സിലാൻ വേണ്ടി എഴുതുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് ഒരെണ്ണം AB എന്ന് എടുക്കാം, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് IM. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് AB ഡിവൈഡഡ് ബൈ IM വിൽ ബി ഈക്വൽ ടു വേണ്ട AC ഡിവൈഡഡ് ബൈ IC എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം അത് നമുക്ക് വേണമെങ്കിൽ എന്താണ്, ഇക്വേഷൻ 1 ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അതേപോലെ തന്നെ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. കൺസിഡർ ട്രയാങ്കിൾ ENF ആൻഡ് ട്രയാങ്കിൾ FIM കൺസിഡർ ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയും നമുക്ക് സിമ്പിളായിട്ട് എന്തെടുക്കാം, ദെൻ ഈ രണ്ട് സൈഡ് സിമിലർ ആയിട്ട് എടുക്കാം. കണ്ടോ, അതും ബ്രാക്കറ്റിൽ എഴുതുക. സിമിലർ ട്രയാങ്കിൾസ് എന്ന് എഴുതുക. സിമിലർ ട്രയാങ്കിൾസ് എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, EN ഡിവൈഡഡ് ബൈ IM, അതായത് EN ഡിവൈഡഡ് ബൈ IM വിൽ ബി ഈക്വൽ ടു എന്തെന്നെടുക്കാം, NF ഡിവൈഡഡ് ബൈ എന്തെന്നെടുക്കാം, IF എന്നെടുക്കാം. NF ഡിവൈഡഡ് ബൈ IF എന്നെടുക്കാം. അതായത് ഏത് ട്രയാങ്കിൾ ആണോ ന്യൂമറേറ്ററിൽ എടുക്കുന്നത്, അടുത്ത റേഷ്യോ കൺസിഡർ ചെയ്യുമ്പോഴും ആ ട്രയാങ്കിളുടെ സൈഡ് തന്നെ ന്യൂമറേറ്ററിൽ വരണം. ഓക്കെ, IF അങ്ങനെ എടുക്കാം. അതായത് ഇപ്പം ഈ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഈ ട്രയാങ്കിളിനാണ് എടുക്കുന്നതെങ്കിൽ സൈഡ് എടുക്കുമ്പോഴും ഈ ട്രയാങ്കിളിലെ സൈഡ് ഡിവൈഡ് ബൈ ഈ ട്രയാങ്കിളിലെ സൈഡ് എടുക്കണം. അത് എല്ലാ റേഷ്യോ എടുക്കുമ്പോഴും അങ്ങനെ ആയിരിക്കണം. ഓക്കെ, തിരിച്ചെടുത്താലും കുഴപ്പമില്ല, പക്ഷേ തിരിച്ചെടുക്കുമ്പം അതിനനുസരിച്ച് തന്നെ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതിനെ നമുക്ക് എന്തെന്നെടുക്കാം, ഇക്വേഷൻ 2 എന്നെടുക്കാം. നിങ്ങളൊന്ന് നോക്കിയേ, ഈ AB എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും
ഇ എൻ എന്ന് പറയുന്ന ഡിസ്റ്റൻസും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ എ ബി ഇ എന്നിനെ നമുക്ക് എ ബി എന്ന് അത് അപ്പോൾ ഇക്വേഷൻ 2 ഇടുന്നതിന് പകരം വേണമെങ്കിൽ ഇങ്ങനെയും കൂടി എടുത്തെഴുതാം. അതായത് ഇ എൻ ഈസിക്വൽ ടു എ ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എ ബി ഡിവൈഡഡ് ബൈ ഐ എം വിൽ ബി ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ ഐ സി. ഇതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കാം. അപ്പം നോക്കിയേ, ഇക്വേഷൻ 1ൻ്റെ എൽ എച്ച് എസിലും എ ബി ബൈ ഐ എം ആണ്, ഇക്വേഷൻ 2ൻ്റെ എൽ എച്ച് എസിലും എ ബി ബൈ ഐ എം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ രണ്ടുപേരെ എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഓൺ ഇക്വേറ്റിംഗ് ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇങ്ങോട്ടേക്ക് എഴുതട്ടെ, അല്ല ഓൺ ഇക്വേറ്റിംഗ് 1 ആൻഡ് 2 ഓൺ ഇക്വേറ്റിംഗ് 1 ആൻഡ് 2 നമുക്ക് ഇങ്ങനെ എഴുതാം. എ സി ബൈ ഐ സി ഈസ് ഈക്വൽ ടു, അയ്യോ ഇത് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ടേ, എ ബി ബൈ ഐ എം ഈസ് ഈക്വൽ ടു എന്താണ്, എൻ എഫ് ബൈ ഐ എഫ് എന്നാണ് വരുന്നത്. ഇവിടെ എൻ എഫ് ബൈ ഐ എഫ് എന്നാണ് വരുന്നത്. നമ്മൾ ഇതിനകത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇ എൻ എ ബി ആയിട്ട്, കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇക്വേഷൻ 1ൻ്റെ എൽ എച്ച് എസും ഇക്വേഷൻ 2ൻ്റെ എൽ എച്ച് എസും ഈക്വലാണ്. അപ്പോൾ ആർ എച്ച് എസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എഴുതിയ ഞാൻ എടുത്തെഴുതിയത് ഒരു ചെറിയൊരു എന്താണ് തിരുത്തുണ്ടേ, കറക്റ്റ് ചെയ്യണേ. നമ്മൾ വേണ്ട ഈ രണ്ടാമത് കൺസിഡർ ചെയ്ത ട്രയാങ്കിളുടെ റേഷ്യോയ്ക്കകത്താണ് ഇ എന്നിന് എ ബി എന്ന് കൊടുത്തത്. അപ്പം എ ബി ബൈ ഐ എം ഈസിക്വൽ ടു അവിടെ എൻ എഫ് ബൈ ഐ എഫ് എന്നായിരുന്നു, ഞാൻ ആദ്യത്തെ തന്നെ എടുത്തെഴുതി. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, അപ്പം ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുമെന്ന് അറിയാമോ, ആർ എച്ച് എസിൽ എ സി ബൈ ഐ സി കിടപ്പുണ്ട്, വിച്ച് വിൽ ബി ഈസിക്വൽ ടു എൻ എഫ് ബൈ ഐ എഫ് കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഞാനൊന്ന് ചെറുതാക്കി കാണിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെന്ന് വിശ്വസിക്കുന്നു, എഴുതിയെന്നും വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ നോക്കിയോ, അതായത് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്ന സമയത്ത് എ സി ബൈ ഐ സി ഈസിക്കൽ എൻ എഫ് ബൈ ഐ എഫിൽ നിന്നാണ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എ സി എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിനകത്ത് എത്രയും ഡിസ്റ്റൻസ് ആണ്? ആരോൺ ഇവിടെ ഉണ്ടോ? ആരോൺ ഒന്ന് പറഞ്ഞു. ആരോൺ ഇവിടെ ഉണ്ടോ? ഓക്കെ, എ സി എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഈ ഡിസ്റ്റൻസ് അല്ലേ ആരോണേ? ഇപ്പം ഞാൻ വരയ്ക്കുന്ന ഡിസ്റ്റൻസ് അല്ലേ എ സി? ആണ്. ഈ എ സിനെ എനിക്ക് വേണമെങ്കിൽ എ പി മൈനസ് അല്ലെങ്കിൽ പി എ മൈനസ് പി സി എന്ന് എഴുതി കഴിഞ്ഞാൽ എ സി ആവുമോ? ഒന്ന് പറഞ്ഞേ. അതായത് പി എ മൈനസ് പി സി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എ സി ആവുമെന്നാണ് ഞാൻ ചോദിച്ചത്. പി എയിൽ നിന്ന് പി സി മൈനസ് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് എ സി കിട്ടുമോന്ന്? കിട്ടുമോ? ഉറപ്പാണോ? ഉറപ്പാ. അപ്പം നമുക്ക് ആ എ സിനെ നമുക്ക് അതിന് പകരം എന്തെന്ന് എഴുതാം? എ സിക്ക് പകരം നമുക്ക് പി എ മൈനസ് പി സി എന്ന് എഴുതാം. അത് ഞാൻ ദണ്ട് ഇവിടോട്ട് കൊടുക്കുകയാണ്. പി എ മൈനസ് പി സി എന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. എന്തിന് പകരമാണ്? ദണ്ട് ഈ എ സിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? പി എ മൈനസ് പി സി എന്ന് ഇവിടെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ. ഇനി അടുത്തത് ഐ സി നോക്കാം. അശ്വിൻ ഇവിടെ ഉണ്ടോ? അശ്വിന്മാർ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. അശ്വിൻ കുമാർ പറഞ്ഞേ. അശ്വിൻ കുമാർ ഇവിടെ ഉണ്ടോ? ഓക്കെ, ഐ സി എന്ന് പറഞ്ഞാൽ വേണ്ട ഇത്രയുമാണോ അശ്വിനെ? ഐ സി ഇത്രയല്ലേ? ഐ സിനെ എനിക്ക് പി സിയിൽ നിന്നും പി ഐ മൈനസ് ചെയ്യുന്നതായിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. പറ്റുമോ? പി സി പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതാൻ പോവാണ്. പി സിയിൽ നിന്നും ഐ സിനെ ഞാൻ എന്താക്കാൻ പോവാണ്? പി സിയിൽ നിന്നും പി ഐ മൈനസ് ചെയ്യുന്നതായിട്ട് എഴുതാൻ പോവാം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അശ്വിൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനിയും എൻ എഫ് നോക്കിയേ. ഈ എൻ എഫ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ എൻ പി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് കണ്ടോ? ഈ എൻ പി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് വളരെ നെഗ്ലിജിബിൾ ഡിസ്റ്റൻസാണ്. അപ്പോൾ എൻ എഫിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പി എഫ് എന്ന് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എൻ എഫിന് പകരം എന്ത് കൊടുക്കാൻ പോകാമെന്നറിയോ? എൻ എഫിന് പകരം പി എഫ് എന്ന് കൊടുക്കാൻ പോവാണ്. ഡിവൈഡഡ് ബൈ. ഇനിയും ഐ എഫും കൂടെ ഉള്ളൂ. ഐ എഫിനെ എങ്ങനെ എഴുതാം? നമുക്ക് ഏബൽ ഒന്ന് പറയാമോ? ഐ എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം?
ഐ എഫ് മീൻസ് ദണ്ട് ഇവിടെ ദണ്ട് ഇത്ര ഇതാണ് ഐ എഫ്, ദണ്ട് ഇതാണ് ഐ എഫ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലി പി ഐ മൈനസ് പി എഫ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എഫ് കിട്ടത്തില്ലേ? ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ ചെയ്യുന്നു. ഈ ഐ എഫിനെ ഞാൻ എന്താക്കുന്നു? പി ഐ മൈനസ് പി എഫ്, പി ഐ മൈനസ് പി ഐ മൈനസ് പി എഫ് ആക്കുന്നു. ഇത്രയും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? എഴുതിയെടുത്തല്ലോ. ഇനി ഓരോ കാര്യങ്ങൾ ഞാനൊന്ന് മാർക്ക് ചെയ്യാമേ. പി തൊട്ട് എ വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്താ? അത് നിങ്ങളും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം നിങ്ങളുടെ ഫിഗറിനകത്ത്. പി തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് എന്താ? ആരോടാ നമുക്കൊന്ന് ചോദിക്കാൻ പറ്റുക? നമ്മുടെ കീർത്തനയുണ്ടോ ഇവിടെ? കീർത്തനയുണ്ടോ? കീർത്തന? ഓക്കെ. കീർത്തന, പി തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് അല്ലേ കീർത്തന? അങ്ങനെയാണെങ്കിൽ പി തൊട്ട് അത് എന്ത് ഡിസ്റ്റൻസ്? അത് ഒബ്ജക്റ്റ് ഇരിക്കുന്നതിന് വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ പോൾ തൊട്ട് ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എന്നല്ലേ വിളിക്കുക? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പി ഐക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? യു എന്ന് കൊടുക്കത്തില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം അവിടെ. എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞായിരുന്നു സൈൻ കൺവെൻഷൻ വെച്ചിട്ട് ലെഫ്റ്റിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവ് ആണെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ലെഫ്റ്റിലോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ യുവിന് എന്ത് കൊടുക്കണം? നിങ്ങൾ നെഗറ്റീവ് കൊടുക്കണം. ശരിയല്ലേ? ആണോ കീർത്തന? ഓക്കെ, വീണ്ടും ഈ മൈനസ് അതേപോലെ തന്നെ മൈനസ് ഇങ്ങോട്ട് ഇട്ടു. പി സി, കീർത്തന എന്ന് പറഞ്ഞു. പി സി എന്ന് പറഞ്ഞാൽ പോൾ തൊട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരത്തെ നമ്മൾ എന്താണെന്നാ പറയുക? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ദൂരത്തെ എന്ന് വിളിക്കും ആർ എന്ന് വിളിക്കും. ആ ആർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ്. അതും ലെഫ്റ്റിലോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പി സിക്ക് പകരം ഓൾറെഡി നടുക്ക് നെഗറ്റീവ് ഉണ്ട്, വീണ്ടും നമ്മൾ നെഗറ്റീവ് ആറെന്ന് തന്നെ എടുത്ത് എഴുതണം. ഓക്കെ, ഡിവൈഡഡ് ബൈ പി സിക്ക് ഓൾറെഡി നെഗറ്റീവ് ആറെന്ന് കൊടുത്തു, താഴത്തെ മൈനസ് പി ഐ എന്താ? നമ്മുടെ കീർത്തന പറഞ്ഞു. പി തൊട്ട് ഐ വരെയുള്ള ദൂരം എന്താ? പി തൊട്ട് ഇമേജ് വരെയുള്ള ദൂരം, ഇമേജ് ഡിസ്റ്റൻസ് വി. അതും എന്തായിട്ടാണ് എടുക്കുക? നെഗറ്റീവ്. അപ്പം അതിന് പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഓൾറെഡി പി സി മൈനസ് പി ഐ ആണ്. പി സിക്ക് നെഗറ്റീവ് ആറ് കൊടുത്തു, നടുക്കത്തെ മൈനസ് അതേപോലെ തന്നെ എടുത്തു, പി ഐക്ക് നെഗറ്റീവ് വി എന്ന് വീണ്ടും കൊടുത്തു. ശരിയല്ലേ കീർത്തനയോടാ? ഓക്കെ, വീണ്ടും ഇനി പി എഫ്. പി എഫ് എന്ന് പറയുമ്പോൾ പി തൊട്ട് ഫോക്കസ് വരെയുള്ള ദൂരമാണ്. പോൾ തൊട്ട് ഫോക്കസ് വരെയുള്ള ദൂരം നമുക്ക് കൃത്യമായിട്ട് അറിയാം. പോൾ തൊട്ട് ഫോക്കസ് വരെയുള്ള ദൂരം ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ എഫ് ആണ്. അതും ലെഫ്റ്റിലോട്ടാണ്. ഇതൊരു കോൺകേവ് മിറർ ആയതുകൊണ്ട് അതിൻ്റെയും എന്താണ്? ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് സ്മോൾ എഫ് എന്ന് കൊടുക്കേണ്ടി വരും. ഡിവൈഡഡ് ബൈ പി ഐ എന്ന് പറയുമ്പോൾ പോൾ തൊട്ട് ഇമേജ് വരെയുള്ളത് നെഗറ്റീവ് വി മൈനസ് പോൾ തൊട്ട് ഫോക്കസ് വരെയുള്ളത് നെഗറ്റീവ് എഫ്. അപ്പോൾ നെഗറ്റീവ് വി മൈനസ് നെഗറ്റീവ് എഫ്. ഇവിടെ ഇനി ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും സൈൻ കൺവെൻഷനിലോ എഴുതുന്നതിലോ എന്തെങ്കിലും ഡൗട്ടുള്ളവർ എന്നോട് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിയോ, നെഗറ്റീവ് യു മൈനസ് ഈ മൈനസും ചേരുമ്പോഴത്തേക്കും പ്ലസ് ആവും. നെഗറ്റീവ് യു പ്ലസ് ആർ ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ആർ പ്ലസ് ബി വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എഫ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് വി പ്ലസ് എഫ് എന്ന് എഴുതാം. കാരണം ഈ മൈനസും ചേർന്ന് പ്ലസ് നടുക്കോട്ട് എഴുതി, ഈ മൈനസും ചേർത്ത് എഴുതിയിട്ട് പ്ലസ് എന്ന് എഴുതി, മൈനസ് അതേപോലെ തന്നെ ഈ മൈനസും പ്ലസ് മൈനസും കൂടെ ചേർത്തിട്ട് പ്ലസ് എന്ന് എഴുതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത സ്റ്റെപ്പിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇത് ഇങ്ങോട്ടും കൊണ്ടുവരാൻ പോകുന്നു, സൈൻ ഓരോന്നും കൃത്യമായിട്ട് നോക്കി വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. മൈനസ് യു പ്ലസ് ആർ ഇൻറ്റു മൈനസ് വി പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഇൻറ്റു മൈനസ് ആർ പ്ലസ് വി. എന്തെങ്കിലും ഡൗട്ടുള്ളവർ ചോദിച്ചോണം. കരുണയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? കരുണ വൈഷ്ണവി? ഓക്കെ, ഇനി ഇങ്ങനെ രണ്ട് ടേമുള്ള സാധനം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം ഇതെടുക്കുക, മൈനസ് യു എടുക്കുന്നു, മൈനസ് യു ഇൻറ്റു അടുത്ത ബ്രാക്കറ്റ് വി പ്ലസ് എഫ്, അതേപോലെ തന്നെ അടുത്ത ആർ എടുക്കുന്നു, പ്ലസ് ആർ എടുക്കുന്നു, പ്ലസ് ആർ ഇൻറ്റു എന്താണ്? മൈനസ് വി പ്ലസ് എഫ് ഈസിക്വൽ ടു ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എഫ് മൈനസ് ആർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? പ്ലസ് എഫ് ആർ എന്ന് കിട്ടും, അല്ലെങ്കിൽ പ്ലസ് ആർ എഫ് എന്ന് എഴുതാം, പ്ലസ് ആർ എഫ്. ഇനി എന്താ? ഇനി മൈനസ് എഫ് ഇൻറ്റു പ്ലസ് വി എന്ന് പറയുമ്പോൾ മൈനസ് എന്താണ്? വി എഫ് എന്ന് കിട്ടുന്നു.
ഓക്കെ ആണല്ലോ, അതവിടെ കിടക്കട്ടെ. ഇനി ഇവിടെ നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈനസും മൈനസും ആണ്, അത് പ്ലസ് ആണ്, അപ്പോൾ യു വി എന്ന് വരുന്നു. ഇനി മൈനസ് യു ഇൻറ്റു പ്ലസ് എഫ് എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് യു എഫ് എന്ന് വരും. ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മൈനസ് ആർ വി എന്ന് വരും. ഈ ആർ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പ്ലസ് എന്തെന്ന് വരും, ആർ എഫ് എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഈസിക്കൽ ടു ആർ എഫ് മൈനസ് എന്താണ്, വി എഫ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് എന്താണ്, പ്ലസ്. ഓക്കെ, ഇത് പ്ലസ് ആർ എഫും ഇപ്പുറത്തും പ്ലസ് ആർ എഫും ആണ്. ഇത് രണ്ടും എന്ത് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാരണം മൈനസ് കട്ട് ചെയ്ത് കളയെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുമല്ല, അത് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ആർ എഫ് മൈനസ് ആർ എഫ് എന്ന് വരും, അത് 0 ആയി പോകും. അപ്പോൾ അത് പോവും. ബാക്കി എന്താ എഴുതുന്നത്, യു വി മൈനസ് യു എഫ് മൈനസ് ആർ വി ഈസിക്വൽ ടു നെഗറ്റീവ് വി എഫ് എന്ന് വരും. ഇത്രയൊക്കെ ആണോ? ഇനി നോക്കിയോ, ഇവിടെ ഒറ്റ കാര്യമുണ്ട്. എന്നിട്ട് ഈ ഇത്ര എഴുതി കഴിഞ്ഞിട്ട് ഈ ആറിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ ആറിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ആർ ഈസിക്വൽ ടു എന്താ, 2f എന്ന് പറഞ്ഞൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കും ഈ ആറിന്. അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഇക്വേഷൻ തീരുകയാണ്, അല്ലെങ്കിൽ അവിടെ വെച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് തീരും. ഓക്കെ, ആ ആറിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റക്കായി പോവും, അവിടെ വെച്ച് എല്ലാ പരിപാടിയും തീരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു വി മൈനസ് യു എഫ് മൈനസ് എന്തെന്ന് എഴുതാം, 2f ഇൻറ്റു വി എന്ന് എഴുതാം. ഞാനത് ഗ്രീനിൽ തന്നെ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2f ഇൻറ്റു എന്തെന്ന് എഴുതാം, 2f ഇൻറ്റു എന്താ വി എന്ന് എഴുതാം. ഈസിക്കൽ ടു എന്താ, മൈനസ് വി എഫ്. ഇനി നമുക്കറിയാം ഇതും വി എഫും ആണ്, ഇതും വി എഫ് ആണ്. ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എന്തെന്ന് എഴുതാം, യു വി മൈനസ് യു എഫ് ഈസ് ഈക്വൽ ടു ഈ മൈനസ് 2 FV ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും പ്ലസ് ആവും. അപ്പോൾ 2FVനെ നമുക്ക് വി എഫ് എന്ന് തന്നെ എഴുതാം. വി എഫ് എന്നോ എഫ് എന്നോ എങ്ങനെ വേണേൽ എഴുതാം. ഇവിടെ വി എഫ് എന്ന് കിടക്കുന്നുണ്ട്, അങ്ങനെ തന്നെ എഴുതുന്നേ ഉള്ളൂ, മൈനസ് വി എഫ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇനി എന്ത് ചെയ്യുക, യു വി മൈനസ് യു എഫ് ഈസ് ഈക്വൽ ടു 2EFൽ നിന്ന് വി എഫ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി എഫ് വരും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്തെ ഓരോ ടേംസിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, യു വി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. നോക്കിക്കോണം, ഡിവൈഡിങ് ഈച്ച് ടേം വിത്ത് യു വി എഫ്. അതുകൊണ്ട് ഓരോ ടേമിനെ യു വി എഫും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. അപ്പോൾ യു വി ഡിവൈഡഡ് ബൈ യു വി ഡിവൈഡഡ് ബൈ യു വി എഫ്, യു വി ഡിവൈഡ് ബൈ യു വി എഫ്, യു വി ഡിവൈഡഡ് ബൈ യു വി എഫ് മൈനസ് യു എഫ് ഡിവൈഡഡ് ബൈ യു വി എഫ് ഈസ് ഈക്വൽ ടു വി എഫ് ഡിവൈഡഡ് ബൈ യു വി എഫ് അല്ലേ. നമുക്കറിയാം ഇവിടെ യു കട്ട് ചെയ്ത് പോയി, വി കട്ട് ചെയ്ത് പോയി. ഇവിടെ യു കട്ട് ചെയ്ത് പോയി, എഫ് കട്ട് ചെയ്ത് പോയി. ഇവിടെ വി കട്ട് ചെയ്ത് പോയി, എഫ് കട്ട് ചെയ്ത് പോയി. അപ്പോൾ ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു 1/f ഉണ്ട്, മൈനസ് ഇവിടെ ഒരു 1/v ഉണ്ട്, ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു 1/u ഉണ്ട്. ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മുടെ 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u എന്ന് എഴുതുകയാണ്. 1/u പ്ലസ് 1/e എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസ് ഫോർമുല വരുമ്പം അതിൻ്റെത് 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. അപ്പോൾ ഇത് 1/v പ്ലസ് 1/u എന്ന് പഠിച്ചാൽ മതി. ഇപ്പം പ്ലസ് ആയതുകൊണ്ട് ഇപ്പുറത്തും ഇപ്പം 1 + 2നെ നമുക്ക് 2 + 1 എന്ന് വേണമെങ്കിൽ എഴുതാമല്ലോ. അപ്പോൾ ഇത് ഇപ്പുറത്ത് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും 1/uൻ്റെ അപ്പുറത്താണ് വരുന്നതെന്നൊന്നും കൺസിഡർ ചെയ്യേണ്ട. പ്ലസ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, 1/v പ്ലസ് 1/u. ഇതായിരുന്നല്ലോ നമ്മുടെ മിറർ ഫോർമുലയായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഇത് ഡിറൈവ് ചെയ്തെടുത്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ചെറുതാക്കി തരാം. അശ്വിനും അർജുനും ഒക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അശ്വിൻ, അർജുൻ, അക്ഷിത്തൊക്കെ? ഏഞ്ചലും ജാനറ്റും ഷേബയൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞേ. ലെറീസയ്ക്ക് മനസ്സിലായോ? ലെറീസ ഉണ്ടോ ഇവിടെ? ഓക്കെ, ഇനി അടുത്ത ഒരു ടോപ്പിക്ക്, ഇത് നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ടോപ്പിക്ക് എന്ന് പറയുന്നത്
അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ലീനിയർ മാഗ്നിഫിക്കേഷൻ ആണ്. ലീനിയർ മാഗ്നിഫിക്കേഷൻ എഴുതിക്കോളൂ. ലീനിയർ മാഗ്നിഫിക്കേഷൻ. ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഡെറിവേഷൻ ഉണ്ട്. പക്ഷേ ആ 2 ഡെറിവേഷനായിട്ട് പഠിക്കാതെ നമുക്കതിൻ്റെ ഒരു കൺസെപ്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എനിക്ക് എളുപ്പമെന്ന് തോന്നുന്നു. ഡെറിവേഷനായിട്ട് പഠിക്കണ്ട, നമുക്കൊരു കൺസെപ്റ്റായിട്ട് എടുക്കാം. അപ്പം ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഇമേജിൻ്റെ സൈസ് ഈ ഒബ്ജക്റ്റിനെക്കാട്ടിലും കൂടാം കുറയാം സെയിം ആവാം. അപ്പം ഇതിൻ്റെ റേഷ്യോനെയാണ്, അതായത് ഇവരുടെ രണ്ടുപേരുടെ ഹൈറ്റിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലീനിയർ എന്ന് പറയാൻ കാരണം മാഗ്നിഫിക്കേഷൻ എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ലീനിയർ എന്ന് പറയാൻ കാരണം ഇനി അടുത്ത, അതായത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിനകത്ത് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൂടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ലീനിയർ എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. അപ്പോൾ എഴുതുക, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് height of image to height of object. അതായത് അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എം ആണെന്ന് നമുക്കറിയാം, 10ാം ക്ലാസ്സിൽ പഠിച്ചാണ്. HI/HO ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷന് വേറൊരു ഡെഫിനിഷനും കൂടെ ഉണ്ട്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് the ratio of distance of image to distance of image to distance of object. അപ്പം പേര് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് m = ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് v/u എന്നാണ് വരുന്നത്. പക്ഷേ സൈനൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇക്വേഷൻ എന്ത് വരും എന്നറിയാമോ? -v/u എന്ന് വരും. അപ്പം മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ അത് നമ്മൾ സൈൻ കൺവെൻഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റേഷ്യോ പറയുമ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നതെങ്കിലും സൈൻ കൺവെൻഷനൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതെന്തായിട്ട് മാറും? v/u ആവുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടെ ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇവരെ രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. എന്താണ്? HI/HO = -v/u. ഇതും കൂടെ എന്താ എഴുതി വെച്ചേക്കുക. ഇത് എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈൻ കൺവെൻഷനൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങളൊരു റേ ഡയഗ്രാം വരച്ചിട്ട്, മിററിൻ്റെ റേ ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾ സൈൻ കൺവെൻഷൻ കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നെഗറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒന്നും മനസ്സിലാക്കേണ്ട, ജസ്റ്റ് മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ -v/u ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. ലെൻസിൻ്റെ വരുമ്പോൾ അത് v/u എന്നാണ്, എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അത് നമുക്ക് നോക്കാം, അത് അങ്ങോട്ട് വരട്ടെ. ഇനിയും നോക്കിയോ, ഒരു ഡെറിവേഷനാണ്. പക്ഷേ ആ ഡെറിവേഷനായിട്ട് തന്നെ പഠിക്കേണ്ട, ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. റിലേഷൻ between u, f ആൻഡ് m, അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത് ആൻഡ് മാഗ്നിഫിക്കേഷൻ, ഇത് തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ വി എഫ് എമ്മും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇത് സൈൻ കൺവെൻഷൻ കൊടുക്കാതെ ചെയ്യുന്ന ഡെറിവേഷനാണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഈ ഇക്വേഷൻ വരുന്ന സമയത്ത്, ഫൈനൽ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് അത് സൈൻ കൺവെൻഷൻ കൊടുത്തിട്ട് എഴുതുന്ന ഇക്വേഷൻ ആയിരിക്കും അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ മർത്തോമ സ്കൂളിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മളെപ്പോഴും ജനറൽ ഇക്വേഷൻ പഠിച്ചിട്ട് ഫൈനലിനകത്താണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നത്? നമ്മൾ സൈൻ കൺവെൻഷൻ ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ മർത്തോമയിൽ അവർ പഠിപ്പിക്കുന്ന സമയത്ത് അവർ ആദ്യമേ സൈൻ കൺവെൻഷൻ ഇട്ടിട്ട് വരുമ്പോഴാണ്, അങ്ങനെയാണ് ഫൈനൽ ഇക്വേഷൻ എടുത്ത് എഴുതുന്നത്. പക്ഷെ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാത്തിൻ്റെയും ഡെറിവേഷനകത്ത് എന്ത് ചെയ്യുക? ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് ചെയ്തത് ഏറ്റവും അവസാനം വന്നപ്പോഴാണ് ഞാൻ അതിനകത്ത് സൈൻ കൺവെൻഷൻ കൊടുത്തത്. അവിടെയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ഫൈനൽ ഇക്വേഷനകത്ത് മാത്രം സൈൻ കൺവെൻഷൻ കൊടുത്താൽ മതി. അപ്പം തെറ്റാനുള്ള സാധ്യതകൾ കുറയും. ഓക്കെ,
അപ്പം നിങ്ങളുടെ എല്ലാം സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതിക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമേ അങ്ങ് സൈൻ കൊടുത്തത്. ഇവിടെയും അതേപോലെ തന്നെ ഞാൻ സൈൻ കൺവെൻഷൻ ആദ്യമേ അപ്ലൈ ചെയ്യുന്നില്ല. അപ്ലൈ ചെയ്യാതെ ഞാൻ അവസാനമാണ് സൈൻ കൺവെൻഷൻ കൊടുക്കാൻ പോകുന്നത്. എന്നാൽ ജനറൽ ഇക്വേഷനാണ് ഞാൻ എഴുതുന്നതെങ്കിൽ സൈൻ കൺവെൻഷൻ ഞാൻ കൊടുക്കത്തില്ല. ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഏത് റേ ഡയഗ്രാം ആണോ തരുന്നത് അതിനനുസരിച്ച് സൈൻ കൺവെൻഷൻ കൊടുത്താൽ മതിയായിരിക്കും. ചിലപ്പം ഇപ്പം നമുക്ക് കോൺകേവ് ആണ് തരുന്നത്, അതിനകത്ത് തന്നെ എന്താണ് ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആകുന്ന കേസുണ്ട്. എങ്ങനെ വെച്ചാൽ മതി, പോളിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ വരുന്നത്, ഇമേജ് അപ്പുറത്തെ സൈഡിൽ, അതായത് മിററിനകത്താണ് വരുന്നത്. അപ്പം ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്, മനസ്സിലായോ? അപ്പം റേ ഡയഗ്രാം വരയ്ക്കുന്നതിനനുസരിച്ച് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുത്താൽ മതി. ഡെറിവേഷന് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫൈനൽ 8 അവസാനം വരെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ട് കൊടുത്താൽ മതി. ഇത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ ഞാനിത് ആദ്യമേ അങ്ങ് കൊടുത്തു. നിങ്ങളുടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന പോലെ തന്നെ ആദ്യമേ സൈൻ കൺവെൻഷൻ കണ്ടു. ഇവിടെ വന്നപ്പോഴേ നമ്മൾ സൈൻ കൺവെൻഷൻ ഇവിടെ എല്ലാം അപ്ലൈ ചെയ്തു. ശരിക്കും ഫൈനലിനകത്ത് ചെയ്താലും ഇത് കിട്ടിയാണ്. ഫൈനലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും നമുക്ക് സൈൻ തെറ്റിപ്പോകത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒക്കെ തെറ്റിപ്പോകത്തില്ല. പക്ഷേ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഈ രീതിയിലാണ് പഠിപ്പിക്കുന്നതും കൊണ്ട് ഞാനങ്ങ് പഠിപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ, നോക്കിയോ? അപ്പോൾ നമുക്ക് യുവും വിയും എഫും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ, മിറർ ഫോർമുല അങ്ങോട്ട് എഴുതണം. 1/f = 1/v + 1/u. അതിൽ യുവും എഫും എമ്മും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എല്ലാത്തിനെയും ഇൻറ്റു യു ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ഓൾ ടേംസ് വിത്ത് യു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എന്ത് വരും, 1/f × u = 1/v × u + 1/u × u. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ u/f എന്ന് വരുന്നു, ഇവിടെ u/v എന്ന് വരുന്നു, പ്ലസ് ഇവിടെ എന്തെന്ന് വരുന്നു, ഇവിടെ u/u എന്ന് വരുന്നു. u/u 1 ആണ്. അങ്ങനെയാണെങ്കിൽ u/f = u/v + 1 എന്ന് വരുന്നു. 1നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പം 1നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് u/f - 1 = u/v എന്ന് വരുന്നു. ഇതിനെ എൽസിയം എടുക്കുന്നു, u - f / f എന്ന് എടുക്കുന്നു = u/v. നമുക്ക് എം കൊണ്ടുവരണം, യു എഫും ഒക്കെ വന്നു. ഇനി എം കൊണ്ടുവരണമെങ്കിൽ നമുക്കറിയാം എമ്മിൻ്റെ ജനറൽ ഇക്വേഷൻ സൈൻ കൺവെൻഷൻ കൊടുത്തില്ലെങ്കിൽ റേഷ്യോ ഓഫ് എന്താണ്, ഇമേജ് ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസാണ്, v/u ആണ്. അപ്പോൾ സൈൻ കൺവെൻഷൻ കൊടുക്കാതെ ഞാൻ തൽക്കാലം ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഇവിടെ u/v ആണ്. u/v v/u ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ ടേക്കിംഗ് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് f/u - f = എന്താ, ഇത് v/u ആവും. v/uവിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം, m എന്ന് കൊടുക്കാം. അപ്പോൾ m = എന്താ, f/u - f. ഇത് സിംപ്ലി m = നമുക്ക് എന്തെന്ന് എഴുതാം, f/u - f എന്ന് എഴുതാം. ഇനി ഇതിനകത്ത് നിങ്ങൾ സൈൻ കൺവെൻഷൻ കൊടുത്ത് വേണമെങ്കിൽ ചെയ്തോണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനനുസരിച്ച് സൈൻ കൺവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എഫ് ഫ്രണ്ട് വരും, +f - u എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും, മാറാൻ സാധ്യതയുണ്ട്. ജനറൽ ഇക്വേഷൻ ഇതാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഏറ്റവും കൂടുതൽ കോൺട്രഡിക്ഷൻ വരുന്നത് മർത്തോമേൽ ഒരു കണക്ക് ചെയ്യും. മർത്തോമേൽ ജനറലി എല്ലാ വർഷവും ഒരു കണക്ക് ചെയ്യിപ്പിക്കും. അതിനകത്ത് ഈ ഇക്വേഷൻ ഈ എഫ് ഇപ്പുറത്തും യു ഇപ്പുറത്തും ഒക്കെ വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് സൈൻ കൺവെൻഷൻ കൊടുത്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം ഓർത്താൽ മതി, കൺഫ്യൂഷൻ വരണ്ട. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഇപ്പം നമ്മളൊരു പടമൊന്നും വരയ്ക്കാതാണ് ചെയ്തത്. പടം വരച്ചാൽ മാത്രമേ, റേ ഡയഗ്രാം വരച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സൈൻ ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മളിപ്പം ഒബ്ജക്റ്റ് ബിയോണ്ട് സി വരയ്ക്കുന്നതെങ്കിൽ എല്ലാം നെഗറ്റീവായിട്ടായിരിക്കും വരുന്നത്. ഒബ്ജക്റ്റ് എന്താണ് ബിറ്റ്വീൻ എഫ് ആൻഡ് ബി വരയ്ക്കുകയാണെങ്കിൽ ഇമേജ് മാത്രം പോസിറ്റീവായിട്ട് വരും, ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവായിട്ട് വരും. അപ്പോൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്താൽ മതി, സൈൻ കൺവെൻഷൻ കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ഞാൻ ഒരു റേ ഡയഗ്രാം ഒന്നും വരയ്ക്കാതെയാണ് ഡെറിവേഷൻ ചെയ്തത്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, ഡെറിവേഷനായിട്ട് പഠിക്കാതെ ജസ്റ്റ് കൺസെപ്റ്റായിട്ട് പഠിച്ചാൽ മതി. ഈ രണ്ട് ഇപ്പോൾ ഈ പറയാൻ പോകുന്നതും അടുത്തതും. ഇനി ഇതുപോലെ തന്നെ റിലേഷൻ കണക്റ്റിംഗ്, ഇതിപ്പോൾ UVF ആണ്. നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, റിലേഷൻ ബിറ്റ്വീൻ VF ആൻഡ് M, വിയും എഫും എമ്മും. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി, UF M റിലേഷൻ കണ്ടുപിടിക്കാൻ ഇൻറ്റു യു ആണ് ചെയ്തത്. വിയും എഫും എമ്മും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ ഇൻറ്റു വി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മിറർ ഫോർമുല എടുക്കാം. 1/f = 1/v + 1/u ആണ്. നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈയിങ് ഓൾ ടേംസ് വിത്ത് എന്താ, വിത്ത് v ആണ്. അങ്ങനെയാണെങ്കിൽ 1/f × v എന്ന് വരുന്നു = 1/v × v എന്ന് വരുന്നു + 1/u × v എന്ന് വരുന്നു. ഇവിടെ നമുക്ക് ഇതിനെ v/f ആക്കാം, ഇതിനെ v/v എന്നാക്കാം, പ്ലസ് ഇതിനെ v/u എന്നാക്കാം. v കട്ട്. അങ്ങനെയാണെങ്കിൽ v/f = 1 + v/uവിനെ നമുക്ക് സിംപ്ലി m എന്ന് എഴുതാം.
ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വി ബൈ എഫ് മൈനസ് 1 ഈസിക്കൽ ടു എം എന്ന് വരും. എന്താണ് എൽ സി എം എടുക്കുക? വി മൈനസ് എഫ് ഡിവൈഡഡ് ബൈ എഫ് ഈസിക്കൽ ടു എന്താ? എം. ഇതായിരിക്കും ഈ എമ്മിൻ്റെ ഇവിടുത്തെ കേസിലെ ഇക്വേഷൻ. ഇതും ഞാൻ റേ ഡയഗ്രാം ഒന്നും വരയ്ക്കാതെ ജനറലി ചെയ്തതാണ്. റേ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ സൈൻ കൺവെൻഷൻ കൊടുക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ. സൈൻ കൺവെൻഷൻ കൊടുത്ത് ചെയ്യുമ്പോൾ ഇക്വേഷനകത്ത് എഫ് ചിലപ്പോൾ ഫ്രണ്ടിൽ വരും, വി പുറകിൽ വരും, ആ സൈൻ മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ടാവും. ജനറൽ പടം വരയ്ക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണിത്. പടം വരച്ച് കഴിയുമ്പോൾ ആ പടത്തിനനുസരിച്ച് വിനും എഫിനും യുക്കും ഒക്കെ നമ്മൾ വാല്യൂ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കൺഫ്യൂഷൻ എല്ലാ വർഷവും ഞാൻ സ്പെഷ്യലി മർത്തോമയിലെ പിള്ളേരാണ് ഡൗട്ട് കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ആദ്യമേ പറഞ്ഞത്. എന്താണ് ഇത്? ഇങ്ങനെയാണ് ജനറൽ. ഇതാണ് ഇതിനകത്ത് സൈൻ കൺവെൻഷൻ വരുമ്പം ഇതിൻ്റെ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറുന്നുണ്ടായിരിക്കും. ചെറുതാക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ നമ്മുടെ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കും കഴിഞ്ഞു. ഇനി അടുത്ത റിഫ്രാക്ഷനാണ്. ഇതിനകത്താണ് ഡെറിവേഷൻ കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ നമ്മൾ 4 ഡെറിവേഷനാണ് പഠിച്ചത്. ഒന്ന് റിലേഷൻ കണക്റ്റിംഗ് ആറും എഫും, രണ്ടാമത്തേത് മിറർ ഫോർമുല, മൂന്നാമത്തേത് യു എം എഫ് വി എം എഫ്. ഇത് ഡെറിവേഷനായിട്ട് പഠിക്കണമായിരുന്നെങ്കിൽ പടമൊക്കെ വരച്ച് ഇങ്ങനെ പഠിക്കണമായിരുന്നു. പക്ഷേ ഞാൻ 2 ഡെറിവേഷൻ സിംപിളി ഒരു യു വെച്ച് ഇൻറ്റു ചെയ്യുന്നതും ഒരു വി വെച്ച് ഇൻറ്റു ചെയ്യുന്നതുമായിട്ട് നിങ്ങളുടെ പോക്കറ്റിലോട്ട് ഇട്ട് തന്നെയാണ്. ഒരു ഡെറിവേഷൻ പഠിച്ചാൽ മറ്റേത് പഠിക്കാൻ പറ്റും. ഡെറിവേഷനായിട്ട് ചെയ്യുമ്പോൾ പടമൊക്കെ വരച്ച് വേണം ചെയ്യാൻ, അപ്പോൾ സൈനൊക്കെ കൊടുത്ത് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ പഠിക്കേണ്ട, ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലറീസ ഒക്കെ ഓക്കെയാണോ? ലറീസ, ആദിത്യ, അലോണമാർ 2 പേര്. ഓക്കെ. അഭിരാം ഒക്കെ ഓക്കെയാണോ? അഭിരാം, അനന്യ, അനുഗ്രഹ. നീതു കയറിയായിരുന്നോ? നീതു. ഈ ശ്രീനന്ദ ആരായിരുന്നു? ശ്രീനന്ദ. ഷാരോൺ ഓക്കെയാണോ? ഷാരോൺ. ശ്വേത ഓക്കെയാണോ? വൈഷ്ണവി. കരുണ ഓക്കെയാണോ? കരുണ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്നത്തേക്ക് ഇത്രമേ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. റിഫ്രാക്ഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ പിന്നെ ഇന്നിങ്ങനെ നിർത്തുകയാണേ.